ഇന്ത്യക്ക് വേണ്ടി റോക്കറ്റ് സാറ്റലൈറ്റ് നിർമ്മാണത്തിലൊക്കെ പങ്കാളികളായാലോ? പറ്റുമെങ്കിൽ സ്പേസിലൊക്കെ ഒന്ന് ചുറ്റി വന്നാലോ? അതെ, ഇന്ന് നമുക്ക് ISROയിൽ എങ്ങനെ ജോയിൻ ചെയ്യാമെന്ന് നോക്കാം. എത്ര പേർക്ക് നമ്മുടെ തിരുവനന്തപുരത്ത് ISROയുടെ സ്ഥാപനമായിട്ടുള്ള ഇന്ത്യൻ ഇൻസ്റ്റിറ്റ്യൂട്ട് ഓഫ് സ്പേസ് സയൻസ് ആൻഡ് ടെക്നോളജി ഉണ്ടെന്നറിയാം? അവിടെ എയറോസ്പേസിലോ ഏവിയോണിക്സിലോ ബിടെക് ചെയ്ത് ടോപ്പ് പെർഫോമേഴ്സിൽ ഒരാളായാൽ നിങ്ങൾക്ക് നേരിട്ട് ISROയിൽ സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. എങ്ങനെ ഈ IISTയിൽ എത്തുക? അതിന് +2 സയൻസ് ഒക്കെ എടുത്ത് JEE അഡ്വാൻസ്ഡിൽ ഉയർന്ന മാർക്ക് സ്കോർ ചെയ്താൽ IISTയിൽ അഡ്മിഷൻ കിട്ടും. ഇതിനു പുറമെ ബിടെക്, MSc, BSc, പോളിടെക്നിക് ഡിപ്ലോമ ഉള്ളവർക്കൊക്കെ ISROയുടെ റിക്രൂട്ട്മെന്റ് എക്സാം വഴി ISROയിൽ ജോയിൻ ചെയ്യാം. ISROയിൽ സയന്റിസ്റ്റ് ആവണമെന്നുണ്ടെങ്കിൽ ബിടെക്കോ MSCO ഉള്ളവർക്ക് അവിടുത്തെ എക്സാമിൽ റിട്ടേൺ ടെസ്റ്റും ഇന്റർവ്യൂ ഒക്കെ അറ്റൻഡ് ചെയ്തിട്ട് സയന്റിസ്റ്റ് ആയിട്ട് ജോയിൻ ചെയ്യാം. ഇനി സയന്റിഫിക് അസിസ്റ്റന്റ് ആയിട്ട് ജോയിൻ ചെയ്യണമെങ്കിൽ BSc മതി. BSc ഫിസിക്സ്, മാത്സ്, കെമിസ്ട്രി. അവർക്കും റിട്ടേൺ ടെസ്റ്റും അതേപോലെ തന്നെ ഒരു സ്കിൽ ബേസ്ഡ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ടെക്നിക്കൽ അസിസ്റ്റന്റ് ഉണ്ട്, അവർക്ക് ഈ പോളിടെക്നിക് ഡിപ്ലോമ ഉണ്ടല്ലോ 3 വർഷത്തെ, അത് ചെയ്താൽ മതി. അവിടെയും റിട്ടേൺ ടെസ്റ്റും സ്കിൽ അസസ്മെന്റ് ടെസ്റ്റും ഉണ്ടായിരിക്കും. ഇനി ഒരു സീക്രട്ട് പറയാം, നിങ്ങൾ സോഷ്യോളജി, സോഷ്യൽ വർക്ക്, മാസ് കമ്മ്യൂണിക്കേഷനിലൊക്കെ PG ചെയ്തവരാണെങ്കിൽ ISROയിൽ സോഷ്യൽ റിസർച്ച് അസിസ്റ്റന്റ് ആയിട്ട് വർക്ക് ചെയ്യാം. അതല്ല അതിലൊക്കെ PhD ചെയ്തിട്ടുണ്ടെങ്കിൽ സോഷ്യൽ റിസർച്ച് ഓഫീസർ ആയിട്ട് ജോയിൻ ചെയ്യാം. ഇത്തരത്തില് തൊഴിൽ വിദ്യാഭ്യാസ മേഖലകളെ കുറിച്ച് അറിയാൻ വേണ്ടിയിട്ട് എയിംസ് IAS ഒരു വാട്സപ്പ് ചാനൽ തുടങ്ങിയിട്ടുണ്ട്. അതിൽ നിങ്ങൾ എന്തായാലും ജോയിൻ ചെയ്യാം. അപ്പോൾ ഇനി നമുക്ക് കുറച്ച് റോക്കറ്റ് സയൻസ് പഠിക്കാം അല്ലേ?